നെറ്റ്ഫ്ലിക്സ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം, റീസെൻ്റായി അടുത്തിടെ ഹീരാമന്തി ദ ഡയമണ്ട് ബസാർ എന്ന ഒരു സീരീസ് റിലീസായി. ഈ സീരീസ് വന്ന ആദ്യത്തെ ആഴ്ചയിൽ തന്നെ 45 മില്യൺ വ്യൂസ് ഈ ഒരു സീരീസിന് ലഭിച്ചു. 33 വ്യൂവർഷിപ്പ് അവർ ഈ ഒരു സീരീസിന് ആദ്യത്തെ ആഴ്ചയിൽ തന്നെ കിട്ടി. പറഞ്ഞു വന്നാൽ ഇതൊരു ഹിന്ദി സീരീസാണ്. മനീഷ കൊയ്രാലയാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഡയറക്ടറാണ് ഈ ഒരു സീരീസ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഇന്ത്യൻ വെബ് സീരീസ് ആണ്. എന്നാൽ ഈ ഒരു വെബ് സീരീസിനെ കുറിച്ച് ഇന്ത്യക്കാരെക്കാട്ടിലും പാകിസ്ഥാനിലുള്ളവർ കൂടുതൽ സംസാരിക്കാൻ തുടങ്ങി. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഹീരാമന്തി എന്നുള്ളത് ഒരു സ്ഥലത്തിന്റെ പേരാണ്. ഈ സ്ഥലം ഇന്ത്യയിലല്ല ഉള്ളത്, പാകിസ്ഥാനിലാണ് ഉള്ളത്. ഹിന്ദിയിൽ ഹീരാമന്തി എന്നതിന് ഡയമണ്ട് ബസാർ എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ ആ ഒരു സ്ഥലത്ത് ഡയമണ്ട് വിൽപ്പനയാണോ ഉള്ളത് എന്ന് ചോദിച്ചാൽ അവിടെ ഡയമണ്ട്സ് ഒന്നും വിൽക്കില്ല. വജ്രം പോലുള്ള വളരെ സുന്ദരികളായ പെൺകുട്ടികളെയാണ് വിൽക്കുന്നത്. അതെ, ഹീരാമന്തി എന്നത് പാകിസ്ഥാനിലെ വളരെ ഫേമസ് ആയ റെഡ് ലൈറ്റ് ഏരിയ ആണ്. സഞ്ജയ് ലീല ബൻസാലി, ഇദ്ദേഹം ഹിന്ദിയിൽ അല്പം ഫേമസ് ആയ ഡയറക്ടറാണ്. 7 നാഷണൽ അവാർഡ് വാങ്ങിയിട്ടുണ്ട്, 12 ഫിലിംഫെയർ അവാർഡ് വാങ്ങിയിട്ടുണ്ട്. 2005 പത്മശ്രീ അവാർഡ് പോലും ലഭിച്ചു. ഇദ്ദേഹത്തിന്റെ സിനിമ തന്നെയാണ് പത്മാവത്. അതൊരു പക്ഷെ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. ഇദ്ദേഹം ഒരുപാട് ഹിസ്റ്റോറിക്കൽ സിനിമകൾ എടുക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹീരാമന്തിയെക്കുറിച്ച് ഒരു സിനിമ എടുക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹം വന്നത്. നെറ്റ്ഫ്ലിക്സ് വഴി അദ്ദേഹത്തിന്റെ ആഗ്രഹം പൂർത്തിയാക്കുകയും ചെയ്തു. ഈ വെബ് സീരീസ് കാണാൻ ഇന്ത്യക്കാർക്ക് താല്പര്യമുണ്ടായിരുന്നോ ഇല്ലയോ എന്നറിയില്ല. എന്നാൽ പാകിസ്ഥാനിലുള്ളവർ ഈ ഒരു വെബ് സീരീസ് കാണാൻ ഒരുപാട് ആഗ്രഹിച്ചു. കാരണം ഈ ഒരു വെബ് സീരീസ് അവരുടെ നാടിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു വെബ് സീരീസ് ആണ്. അവരുടെ നാട്ടിലുള്ള ഒരു റെഡ് ലൈറ്റ് ഏരിയയെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഇത് മെയ് മാസം 1-ാം തീയതി റിലീസായ സമയം മുതൽ ഈ ഒരു വെബ് സീരീസിനെ കുറിച്ച് ഒരുപാട് പാകിസ്ഥാനികൾ സോഷ്യൽ മീഡിയയിൽ കമന്റ് ചെയ്യാൻ തുടങ്ങി. അതിൽ ഒരുപാട് ചരിത്രപരമായ വിവരങ്ങൾ നഷ്ടമായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അവർ ഉപയോഗിച്ച വസ്ത്രം, മ്യൂസിക്, വാക്കുകൾ ഒന്നും തന്നെ ശരിയായില്ല. ചരിത്രത്തെ തന്നെ അവർ മാറ്റിമറിച്ചു എന്നുള്ള രീതിയിൽ പല അഭിപ്രായങ്ങളും വീഡിയോസും പാകിസ്ഥാനിലെ സോഷ്യൽ മീഡിയയിൽ പടരാൻ തുടങ്ങി. ഞാൻ ഈ ഒരു സീരീസ് ഇതുവരെ കണ്ടില്ല. പക്ഷേ ഈ ഒരു സീരീസ് ഇറങ്ങി എന്നറിഞ്ഞപ്പോൾ യഥാർത്ഥ ഹീരാമന്തിയെക്കുറിച്ച് അറിയണം എന്നുള്ളൊരു ആഗ്രഹമുണ്ടായി. സത്യം പറഞ്ഞാൽ മുസ്ലിംസിൽ ഈ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്നത് നിരോധിച്ച ഒന്നാണ്. അങ്ങനെ നിരോധിച്ച ഒരു വസ്തു എങ്ങനെ അവിടെ പ്രവർത്തിച്ചു എന്നുള്ളത് അറിയാനൊരാഗ്രഹം തോന്നി. ഈ വീഡിയോയിലൂടെ ഇതിൽ യഥാർത്ഥ ചരിത്രം എന്ത്, ഇപ്പോൾ ഹീരാമന്തി എങ്ങനെയാണുള്ളത്, അവിടെ എങ്ങനെ പ്രോസ്റ്റിറ്റ്യൂട്ട് വന്നു, ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വളരെ വ്യക്തമായി കാണാം. ഇന്ത്യയിൽ എങ്ങനെയാണോ പഞ്ചാബ് ഉള്ളത്, അതുപോലെ പാകിസ്ഥാനിലും പഞ്ചാബുണ്ട്. ഈ പഞ്ചാബ് പ്രൊവിൻസിന്റെ ക്യാപിറ്റൽ സിറ്റിയാണ് ലാഹോർ. ലാഹോറാണ് പഞ്ചാബ് പ്രൊവിൻസിന്റെ വളരെ പ്രധാനപ്പെട്ട വലിയ നഗരം. ഈ നഗരത്തിലാണ് ഹീരാമന്തി ഉള്ളത്. ഹീരാമന്തിയെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു 500 വർഷം പുറകിലേക്ക് പോകണം. ലാഹോർ മുഗളായ സാമ്രാജ്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നഗരമായിരുന്നു. ആ നഗരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കോട്ടയാണ് ലാഹോർ കോട്ട. ഇതൊരു 1000 വർഷങ്ങൾക്ക് മുൻപ് പണിതതാണ്. 11th സെഞ്ചുറിയിൽ തന്നെ പണിതു. അപ്പോൾ ഇതൊരു മഡ് ഫോർട്ട് ആയിരുന്നു. ഇത് കഴിഞ്ഞ് ലാഹോർ നഗരത്തിനെ ഒരുപാട് സാമ്രാജ്യ ശക്തികൾ വന്ന് കീഴ്പ്പെടുത്തുകയും ഭരിക്കാനും തുടങ്ങി. അതിൽ ഒരുപാട് തവണ ഈ ഒരു ഫോർട്ട് തകരുകയും വീണ്ടും വീണ്ടും പണിയുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിലാണ് ഈ ഒരു ഫോർട്ട് പണിത് 500 വർഷം കഴിഞ്ഞ് അക്ബർ രാജാവ് ഭരണത്തിൽ വരുന്നു. 1542-ാം വർഷം അക്ബർ ഭരണത്തിൽ വരുന്നു. ഈ അക്ബർ കാലഘട്ടത്തിലായിരുന്നു ലാഹോർ നഗരത്തിൽ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഉണ്ടായത്. അതിൽ ഒന്നാണ് ഈ ലാഹോർ ഫോർട്ടും. അക്ബർ വന്ന് ഈ ലാഹോറിനെ ഒരു സ്ട്രാറ്റജിക്കൽ പോയിന്റായി നോക്കി. ആ സമയത്ത് മുഗളായ സാമ്രാജ്യത്തിന് കാബൂളിൽ നിന്നും, ഭൂട്ടാനിൽ നിന്നും, കാശ്മീരിൽ നിന്നും ഒരുപാട് ഭീഷണികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അവരുടെ നോർത്ത് വെസ്റ്റ് ഫ്രണ്ട് ലൈൻ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ അക്ബർ ലാഹോറിലേക്ക് താമസം മാറുന്നു. അവിടെ ജീവിച്ച സമയത്ത് ഈ ഒരു ഫോർട്ടിനെ, ഈ മഡ് ഫോർട്ടിനെ വളരെ സ്ട്രോങ് ആക്കുന്നു. ഒന്നുകൂടെ പുതുക്കി പണിയുന്നു. ഈ ഫോർട്ടിന് ചുറ്റും കല്ലുകൾ കൊണ്ടുള്ള മതിലുകൾ പണിയുന്നു. ആ ഫോർട്ടിനെ വീണ്ടും മനോഹരമാക്കുന്നു. ആ ഫോർട്ടിനെ ചുറ്റി ഒരുപാട് കെട്ടിടങ്ങൾ, പൂന്തോട്ടം, ഇതെല്ലാം പണിയുന്നു. ഈ ഒരു സമയത്താണ് ഈ ഒരു ഫോർട്ടിന്റെ തെക്ക് ഭാഗത്ത് ഒരു റെസിഡൻഷ്യൽ ഏരിയ നിർമ്മിക്കുന്നു. ഈ റെസിഡൻഷ്യൽ ഏരിയയിൽ ആരെല്ലാം താമസിക്കുമെന്ന് ചോദിച്ചാൽ റോയൽ കോർട്ടിലെ ജോലിക്കാരും, ആ റോയൽ കോർട്ടിൽ ദിവസവും അറ്റൻഡ് ചെയ്യുന്നവരും അവിടെ താമസിക്കും. അതിനാൽ തന്നെ ആ ഒരു റെസിഡൻഷ്യൽ ഏരിയയെ ഷാഹി മുഗല്ല എന്ന് വിളിക്കാൻ തുടങ്ങി. ഇതേ സ്ഥലത്താണ് റോയൽ കോർട്ടിന്റെ പ്രൊഫഷണൽ എന്റർടൈനേഴ്സായ തവൈഫ് താമസിച്ചത്. ഇവരെല്ലാവരും പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആണ്. മ്യൂസിക് ആയാലും ഡാൻസ് ആയാലും വളരെ കഴിവുള്ളവരായിരിക്കും. ഈ തവൈഫിന് എല്ലാവർക്കും അധ്യാപകരുണ്ട്, കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ. സാധാരണ ആ ഒരു സമയത്ത് ഗവൺമെന്റിന്റെ എന്റർടൈനേഴ്സ്, ഇതുപോലെ ഡാൻസ് കളിക്കുന്നവരും പാട്ട് പാടുന്നവരുമൊക്കെ സെക്സ് വർക്കേഴ്സ് ആയിരുന്നു എന്നും പറയുന്നു. പക്ഷെ ഈ തവൈഫ് അങ്ങനെ ആയിരുന്നില്ല എന്ന് പാകിസ്ഥാനികൾ പറയുന്നു. കാരണം അവർക്ക് ഒരു പ്രത്യേക ബഹുമാനം ഈ റോയൽ കോർട്ടിൽ ഉണ്ടായിരുന്നു.
അവർ ഒരു സ്ഥലത്തുണ്ടെങ്കിൽ അതൊരു സോഷ്യൽ സിംബലായി കാണും. റോയൽ കോർട്ടിൽ വളരെ പ്രധാനപ്പെട്ട ആഘോഷങ്ങൾക്കെല്ലാം ഇവരുണ്ടാകും. ഒരുപാട് സമ്പന്നർ, ഗവൺമെന്റിൽ ജോലി ചെയ്യുന്നവർ, ചില സമയങ്ങളിൽ രാജാക്കന്മാരുടെ മക്കളെ പോലും ഇവരുടെ പക്കലേക്ക് അയക്കും. എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരോടും എങ്ങനെയാണ് പെരുമാറേണ്ടത്, എങ്ങനെയാണ് നടക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ തവൈഫാണ് പഠിപ്പിച്ചു കൊടുക്കാറ്. തവൈഫിനെ കുറിച്ച് ഇനിയും വ്യക്തമായി മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ ഫേമസ് ആയ ഒരു കഥയുണ്ട്, സലീം അനാർക്കലി പ്രണയകഥ. ഈ ഒരു ഫിക്ഷണൽ സ്റ്റോറിയിൽ സലീം ജഹാംഗീറിന്റെ മകനായിരുന്നു. അദ്ദേഹം ഒരു തവൈഫിനെ പ്രണയിക്കുന്നു. അവരുടെ പേരാണ് അനാർക്കലി. ഈ ഒരു കഥയെക്കുറിച്ച് പല പുസ്തകങ്ങൾ ഇറങ്ങി, പാട്ടുകൾ ഇറങ്ങി, കോമിക്സ് വന്നു, സിനിമകൾ പോലും ഇറങ്ങി. ഈ കഥ അറിയാത്തവർ ആരും തന്നെ കാണില്ല. ഇപ്പോൾ ഈ തവൈഫ് എല്ലാം ഷാഹി മുഹല്ല എന്ന സ്ഥലത്ത് താമസിക്കുകയാണ്. മാത്രമല്ല ഈ തവൈഫിൽ പാകിസ്ഥാനിലുള്ളവർ മാത്രമല്ല ഉണ്ടായിരുന്നത്, ഇന്ത്യൻസ് ഉണ്ടായിരുന്നു എന്നും പറയുന്നു. കാശ്മീരിൽ നിന്ന് ചില സ്ത്രീകളെ ലാഹോറിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു, അവരെ തവൈഫാക്കി മാറ്റി. കാരണം ആ കാലത്തുള്ള രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ്, കഥക് പോലുള്ള ഡാൻസ് വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് കാശ്മീരിലുള്ള സ്ത്രീകളെ വിളിച്ചുകൊണ്ടുവരികയും തവൈഫാക്കി മാറ്റുകയും ചെയ്തു. ഇതെല്ലാം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ 18th സെഞ്ച്വറിയിൽ ഈ ഒരു നഗരത്തിന് പ്രശ്നം വരാൻ തുടങ്ങി. ഈ സമയത്ത് അഫ്ഗാനിലുള്ള അഹമ്മദ് ഷാ അബ്ദാലി എന്നയാൾ മുഗളായ സാമ്രാജ്യത്തെ അറ്റാക്ക് ചെയ്യുന്നു. ഓരോ സ്ഥലങ്ങളെയായി, ഓരോ ടൗണിനെയായി കൈപ്പറ്റുന്നു. ഇങ്ങനെ മുഗളായ സാമ്രാജ്യം തകരുമ്പോൾ ഈ സമയത്ത് അവിടെയുള്ള തവൈഫ്സിനെ എല്ലാം സ്ഥലം മാറ്റം ചെയ്യപ്പെടുന്നു. പല സ്ഥലങ്ങളിലേക്ക് അവരെ മാറ്റുന്നു. കാരണം അബ്ദാലിന്റെ സൈന്യം ഓരോ നഗരത്തെയും പിടിച്ചടക്കിക്കൊണ്ടുവരുമ്പോൾ ആ ടൗണിലുള്ള വളരെ സുന്ദരികളായ സ്ത്രീകളെയെല്ലാം തടവിലാക്കി അവരെല്ലാം ഉപയോഗിച്ച് ലാഹോറിൽ ആദ്യമായി ഒരു വേശ്യാലയം ആരംഭിച്ചു. അതാണ് ലാഹോറിൽ ആദ്യമായി നിർമ്മിച്ച വേശ്യാലയം എന്നും പറയുന്നു. ഇവർക്ക് ശേഷം സിഖുകാരായിരുന്നു ലാഹോർ ഭരിച്ചിരുന്നത്. അതിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കഥയുണ്ട്. സലീം അനാർക്കലി കഥ അവസാനിച്ചത് വളരെ ദുരന്തപൂർണമായിട്ടാണ്. തവൈഫ് ആയതുകൊണ്ട് തന്നെ അനാർക്കലിയും സലീമും ഒരിക്കലും ഒരുമിച്ച് ചേരാൻ സാധിച്ചില്ല. ഇതൊരു ഫിക്ഷണൽ സ്റ്റോറി. എന്നാൽ ഇതിന് ഓപ്പോസിറ്റായി സിഖുകാരുടെ ഭരണത്തിൽ ഒരു യഥാർത്ഥ പ്രണയകഥ അവിടെ നടന്നു. മഹാരാജാവ് രഞ്ജിത് സിംഗ്, ഇദ്ദേഹത്തിന്റെ 22ാമത്തെ വയസ്സിൽ മോറാൻ എന്ന ഒരു തവൈഫിനോട് പ്രണയം തോന്നുന്നു. ഇവർ ലാഹോർ നഗരത്തിലുള്ളവരായിരുന്നില്ല. അമൃത് സിംഗിനടുത്തുള്ള മക്കാൻപൂർ എന്ന ഒരു ചെറിയ ഗ്രാമത്തിലുള്ളവരായിരുന്നു അവർ. ഇവർ ലാഹോറിലേക്ക് കുടിയേറ്റം ചെയ്തവരാണ്. ലാഹോറിലേക്ക് വന്നതിന് ശേഷമായിരുന്നു ഇവർ തവൈഫായി മാറിയത്. രഞ്ജിത് സിംഗിന് ഈ ഒരു പെൺകുട്ടി ഇഷ്ടപ്പെട്ടു. ഇദ്ദേഹത്തിന്റെ പ്രണയത്തിനും ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിരുന്നു. കാരണം ഇത് നടക്കുന്നത് 18th സെഞ്ച്വറിയിലാണ്. പക്ഷേ രഞ്ജിത് സിംഗ് ആ ഒരു എതിർപ്പുകളെല്ലാം മറികടന്ന് മോറാനെ വിവാഹം കഴിക്കുകയും ചെയ്തു. അവൾക്കായി ഒരു പ്രത്യേക കൊട്ടാരം ലാഹോറിൽ പണിയുന്നു. സിഖുകാരുടെ കാലത്ത് ഈ വേശ്യാലയം എല്ലാം തകർക്കുകയും വീണ്ടും തവൈഫ്സിനെ ഷാഹി മുഗല്ലായിൽ കൊണ്ട് താമസിപ്പിച്ചു. രഞ്ജിത് സിംഗിന്റെ ഭരണകാലത്ത് ഒരു പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഹിരാ സിംഗ് ദോങ്ര. ഹിരാ സിംഗിന് ഒരുപാട് ദിവസമായി ലാഹോർ നഗരത്തിൽ ഒരു ബസാർ പണിയണം, അങ്ങനെ ഒരു ബസാർ നിർമ്മിക്കണമെന്ന ആഗ്രഹമുണ്ട്. ആ ഒരു ആഗ്രഹം നിറവേറിയത് രഞ്ജിത് സിംഗ് മരിച്ചതിന് ശേഷമായിരുന്നു. 1839 വർഷം ഷാഹി മുഗല്ലായിൽ ഒരു അരിച്ചന്ത തുടങ്ങി. ആ ഒരു മാർക്കറ്റിനെ ഹീരാ സിംഗ് മന്തി എന്ന് വിളിക്കുന്നു. സത്യത്തിൽ അതൊരു ഡയമണ്ട് ബസാറേ ആയിരുന്നില്ല. ഒരുപാട് പേർ ചിന്തിച്ചത് അവിടെ വജ്രം പോലുള്ള സുന്ദരികളെ കിട്ടുമെന്നാണ്, അതുകൊണ്ടാണ് അതിനെ ഡയമണ്ട് ബസാർ എന്ന് വിളിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചു. പക്ഷെ അത് സത്യമല്ല. ഹീരാ സിംഗ് ഒരു മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിന് അദ്ദേഹത്തിന്റെ പേര് തന്നെ കൊടുത്തു. അതാണ് ഹീരാ സിംഗ് മന്തി. ഇപ്പോൾ 18ാം നൂറ്റാണ്ടിന്റെ അവസാനമെത്തി. ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി ഇന്ത്യയുടെ ഭാഗങ്ങളെല്ലാം അവരുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോഴുള്ള പാകിസ്ഥാനും അപ്പോൾ ഇന്ത്യയുടെ ഒരു ഭാഗമായിരുന്നു. അവരെയും ഈസ്റ്റ് ഇന്ത്യ അവരുടെ കൺട്രോളിലേക്ക് കൊണ്ടുവന്നു. അപ്പോഴാണ് ലാഹോർ നഗരത്തിൽ വേശ്യാലയങ്ങൾ വീണ്ടും പണിയാൻ തുടങ്ങി. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി ഇങ്ങനെ ഒരുപാട് ചെയ്തിട്ടുണ്ട്, മുംബൈയിൽ പോലും ചെയ്തിട്ടുണ്ട്. അവരുടെ സൈനികർ, ഈസ്റ്റ് ഇന്ത്യൻ സൈനികർക്ക് സന്തോഷമായിരിക്കാൻ അവർ ആക്രമിച്ച ഭാഗങ്ങളിൽ ഇങ്ങനെയുള്ള വേശ്യാലയങ്ങൾ നിർമ്മിക്കും. അങ്ങനെ ലാഹോർ നഗരത്തിലും അനാർക്കലി ഏരിയയിൽ അങ്ങനെ ഒരു വേശ്യാലയം പണിയുന്നു. ഈ സിഖുകാരുടെ ഭരണം അവസാനിച്ചതിന് ശേഷം തവൈഫിനും ആവശ്യമായ സമ്പത്തൊന്നുമില്ലായിരുന്നു, പണമൊന്നുമില്ലായിരുന്നു. അങ്ങനെ അവരിൽ ചിലർ മൈഗ്രേറ്റായി മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നു. മറ്റു ചിലർ സമ്പന്നർക്ക് വേണ്ടി സംഗീതം ആലപിക്കാനും ഡാൻസ് കളിക്കാനും തുടങ്ങി. ദിവസങ്ങൾ കഴിയുന്തോറും അവർ വേശ്യാവൃത്തിയിലേക്ക് പോകാനും തുടങ്ങി. ബ്രിട്ടീഷുകാരും അവരുടെ ഈ ഒരു വേശ്യാലയത്തെ അനാർക്കലി ഏരിയയിൽ നിന്നും ഹീരാ മന്തിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഒരുപാട് പേർ പറയുന്നത് ഒരു കാലത്ത് ആ ഒരു സ്ഥലത്ത് 2 കമ്മ്യൂണിറ്റി താമസിച്ചിരുന്നു. 2 കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ അത് ജാതി മതത്തെ അടിസ്ഥാനമാക്കിയല്ല പറഞ്ഞത്, അവരുടെ ജോലി രീതിയാണ് പറയുന്നത്. ഈ തവൈഫ്സിൽ ചിലർ സെക്സ് വർക്ക് ചെയ്തിട്ടുണ്ട്, മറ്റു ചിലർ വെറും എന്റർടൈനേഴ്സ് മാത്രമായിരുന്നു. അവർ പാട്ട് പാടുകയും ഡാൻസ് കളിക്കുകയും ചെയ്യും, പക്ഷേ സെക്സ് വർക്ക് ഒന്നും തന്നെ ചെയ്യില്ല. ഇതെല്ലാം ഇംഗ്ലീഷുകാരുടെ ഭരണകാലത്തായിരുന്നു, ഈസ്റ്റ് ഇന്ത്യൻ ഭരണകാലത്തായിരുന്നു.
ഒരു ഘട്ടത്തിൽ അവരും ഇവിടെ നിന്ന് പോകുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. ഇന്ത്യ രണ്ടായി മാറുന്നു. പാകിസ്ഥാൻ രൂപമെടുത്തു. പാകിസ്ഥാൻ ഗവൺമെന്റ് വന്നതിന് ശേഷം പല വർഷം ആ ഒരു ഭാഗം റെഡ് ലൈറ്റ് ഏരിയ ആയിരുന്നു. 1978 ജിയയുടെ ഭരണകാലത്ത് ഹീരാമന്ദിയിലുള്ള ഈ ഒരു വേശ്യാവൃത്തി നശിപ്പിക്കാൻ അദ്ദേഹം ഒരുപാട് പരിശ്രമിച്ചു. അതിന്റെ അനന്തരഫലം ഹീരാമന്ദിയിലുള്ള എല്ലാ പ്രോസ്റ്റിറ്റ്യൂട്ടും മൈഗ്രേറ്റ് ആയി. എന്നാൽ അവർ ലാഹോർ നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലാണുള്ളത്. ഇപ്പോഴും ലാഹോർ നഗരത്തിൽ ഈ വേശ്യാവൃത്തി നടക്കുന്നതായി പറയുന്നു. എന്നാൽ ഹീരാമന്ദിക്കുള്ളിൽ ഇപ്പോൾ വലിയ രീതിയിൽ അങ്ങനെയുള്ള തൊഴിലുകളൊന്നുമില്ല. ഇപ്പോൾ അവിടെ മുഴുവനും ഫുഡ് സ്റ്റാൾ, മാർക്കറ്റ് ഏരിയ മാത്രമാണുള്ളത്. ഇതാണ് ഹീരാമന്ദി, ദ ഡയമണ്ട് ബസാർ. നിങ്ങൾ ഈ ഹീരാമന്ദി എന്ന സീരീസ് കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ പറയുന്നതും അതിലുള്ളതും യഥാർത്ഥ ചരിത്രത്തിലുള്ളതും ഈ രണ്ടിലുമുള്ള പൊരുത്തക്കേട്, ചരിത്രപരമായ സത്യങ്ങൾ, നമ്മൾ ഈ വീഡിയോയിൽ പറയാത്ത പല സത്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനൽ സജസ്റ്റ് ചെയ്യുക. ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.